മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം തീർക്കാമായിരുന്നു. പക്ഷേ ഇനി 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുനമ്പത്തെ പ്രശ്നത്തെ അതിൻ്റെ നൂലാമാലകളിലേക്ക് വഖഫ് ബോർഡ്, അതും മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച, ഇടതുപക്ഷ ഗവൺമെന്റ് നിയമിച്ച വഖഫ് ബോർഡ് അതിനെ, ആ പ്രശ്നത്തെ എത്തിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. മുനമ്പത്തെ പ്രശ്നം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ ഇടപെട്ട് മുനമ്പത്തെ പ്രശ്നം ഒരിക്കലും ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരള നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്ന് ആ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി എന്നുള്ളത്. ഓർക്കുക, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ MLA-മാരടക്കം ഉണ്ടായിരുന്നു ആ നിയമസഭയിൽ. ഒരു മനുഷ്യനും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അത് തന്നെയാണ് മുനമ്പത്തെ വിഷയത്തിലെ യഥാർത്ഥ തീരുമാനം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും മുനമ്പത്തെ പ്രശ്നം ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് വി.ഡി. സതീശൻ 10 മിനിറ്റ് കൊണ്ട്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഫോർമുലകളും ഇല്ല. സാമാന്യ ജനത്തിന്, അല്പമെങ്കിലും ചിന്തിക്കുന്ന മനുഷ്യർക്കറിയാം അതിനുള്ള ഒരു ഫോർമുലകളും ഇല്ല. കാരണം നമുക്കറിയാം ലീഗ് എത്രത്തോളം പ്രഷറൈസ് ചെയ്തിട്ടാണ് വി.ഡി. സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളത്. ആരാണ് UDF സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെ മുനമ്പത്തെ പ്രശ്നം തീരും എന്നുള്ളത്, അതിന് ഒരു രീതിയിലുള്ള ഫോർമുലകളും ഉണ്ടായിരുന്നില്ല. അത് വളരെ കൃത്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ അത് പറഞ്ഞു. ഇത് വളരെ വലിയ നൂലാമാലകളിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തീർക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരു കാര്യം എടുക്കുക. ഈ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ മുഴുവനും പോയത് കോൺഗ്രസിനാണ് എന്ന് നമുക്കറിയാം. എന്നിട്ടും ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡിലെ അംഗങ്ങൾ അവർ കോൺഗ്രസ് സർക്കാർ കയറിയപ്പോൾ ഈ പ്രശ്നം ഒരിക്കലും തീരാൻ പറ്റാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഏത് സർക്കാർ നിയോഗിച്ചവരാണെങ്കിലും, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, ആര് നിയോഗിച്ചത് ആളുകളാണ് വഖഫ് ബോർഡിൽ ഇരിക്കുന്നത് എങ്കിലും അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവർ സ്വന്തം സമുദായത്തിന് അനുകൂലമായിട്ടേ നിൽക്കുകയുള്ളൂ. അതിനും അപ്പുറത്ത് അവർക്ക് ഒരു അജണ്ടയും അവരുടെ മുന്നിലില്ല. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ, എന്താകട്ടെ, അവരങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരേണ്ടത്. എന്താണ് മുനമ്പം ജനതയുടെ മുന്നിലുള്ള വഴി? മുനമ്പം ജനതയുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലൂടെ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൂടെ കൃത്യമായി നിയമപോരാട്ടം നടത്തി മുനമ്പത്തെ ഈ വഖഫ് നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മുനമ്പത്തെ ജനങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. കൃത്യമായി വക്കീലന്മാരെ നിയോഗിക്കുക, കൃത്യമായി അവരെ കൊണ്ട് കേസ് വാദിപ്പിക്കുക, കൃത്യമായി കേസ് പഠിച്ച് കൃത്യമായി കോടതികളിൽ വ്യവഹാരം നടത്തി മുനമ്പത്തെ മോചിപ്പിച്ചെടുക്കുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുനമ്പത്തെ മോചിപ്പിക്കാൻ വരികയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇവൻ BJP പോലും, ഓർക്കുക, BJP ക്രൈസ്തവരെ സഹായിക്കാനാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്തു. ഒടുവിൽ വോട്ട് കൃത്യമായി കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ എത്ര പേരുടെ സ്വഭാവമാണ് മാറിയത്? സോഷ്യൽ മീഡിയ തുറന്നു നോക്കുക, എന്തൊക്കെയാണ് അവർ വിളമ്പുന്നത് എന്ന് വെച്ചാൽ ഒരനീതിക്കെതിരെ പോരാടിയത് കൃത്യമായി വോട്ട് ലക്ഷ്യമിട്ട് മാത്രമായിരുന്നു എന്നുള്ളതാണ് അവർ കൃത്യമായി പറയുന്നത്. അനീതിക്ക് പോരാടിയത് ഒരു വലിയ അനീതിക്കെതിരെയാണ്. ആ അനീതിക്കെതിരെ പോരാടി എന്നുള്ളതല്ല അവർ ഉയർത്തി കാണിക്കുന്ന അതും അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന വസ്തുത. അവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് വോട്ട് തരിക, നിങ്ങൾ അടിമകളെ പോലെ ഞങ്ങൾക്ക് വോട്ട് തരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായം ചെയ്തു തരാം. ഇതാണോ ഒരു ജനാധിപത്യം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുനമ്പത്തെ ജനതയ്ക്ക് ശാശ്വതമായ പരിഹാരം കോടതിയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, മുനമ്പത്തെ ജനത നടത്തിയ സമരം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമാണ്. മുനമ്പത്തെ ജനങ്ങൾ ഇന്ത്യയിൽ ഇതുപോലെ സമാനമായ വേദന അനുഭവിക്കുന്ന, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത, അതുമല്ലെങ്കിൽ പ്രതികരിക്കാൻ സംവിധാനങ്ങളില്ലാത്ത, വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ഇന്ത്യൻ ജനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു മുനമ്പത്തെ സമരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനത ഇനി സമരത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക,
ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിന്, സെക്കുലർ ആയിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിന് പാരലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമ സംവിധാനം, ഒരു ഭരണ സംവിധാനം, അതുമല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ സംവിധാനം, അത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അത് തീർച്ചയായിട്ടും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമേ, അവരുടെ നീതിക്ക് വേണ്ടി മാത്രമേ നിലകൊള്ളുകയുള്ളൂ എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രത്യേകിച്ചും അത് എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതാകുന്നതിന് വേണ്ടി കൂടി നിങ്ങൾ സമരം ചെയ്യേണ്ടതാണ്.